അപ്പോൾ എല്ലാവർക്കും ഡയറക്റ്റ് ഹോം PICയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കല. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് കേരളത്തിലെ ദൃശ്യ ശ്രാവ്യ കലകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. അപ്പോൾ എന്തെങ്കിലും അതിലെ ആദ്യത്തെ ഒരു ഫാക്റ്റാണ്, ചരിത്രാതീത കാലം മുതൽക്കേയുള്ള കല ചരിത്രം പറയാനാവുന്ന നാടാണ് കേരളം. അതായത് നമ്മുടെ ചരിത്രാതീത കാലം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കലയുടെ ചരിത്രം പറയാനാവുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ കലാസാഹിത്യ രംഗത്ത് ഏറ്റവും പ്രാധാന്യമുള്ള കാലഘട്ടമാണ് സംഘകാലം എന്നറിയപ്പെടുന്നത്. എന്താണ്? കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ കലാസാഹിത്യ രംഗത്ത് ഏറ്റവും പ്രാധാന്യമുള്ള കാലഘട്ടമാണ് സംഘകാലം എന്നറിയപ്പെടുന്നത്. പിന്നത്തെ ഒരു ഫാക്റ്റ്, കേരളത്തിലെ ശാസ്ത്രീയ കലകൾ ഉദയം കൊണ്ടതും വളർന്നതും ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. ക്ഷേത്രാചാരങ്ങൾ, ഉത്സവങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയുടെ നിർവഹണത്തിന് കലാരൂപങ്ങൾ അനിവാര്യമായിരുന്നു. എന്താണ്? നമ്മുടെ കേരളത്തിലെ ശാസ്ത്രീയ കലകൾ ഉദയം കൊണ്ടതും വളർന്നതും ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ്. അതുപോലെ തന്നെ ക്ഷേത്രാചാരങ്ങൾ, ഉത്സവങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയുടെ നിർവഹണത്തിന് കലാരൂപങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇനി നമുക്ക് കലകളെ മൂന്നായി തരംതിരിക്കാം. ദൃശ്യകലകൾ, ശ്രാവ്യകലകൾ, ദൃശ്യ ശ്രാവ്യ കലകൾ എന്നിങ്ങനെ. അപ്പോൾ നമുക്ക് കലകളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദൃശ്യകലകൾ, ശ്രാവ്യകലകൾ, ദൃശ്യ ശ്രാവ്യ കലകൾ എന്നിങ്ങനെ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നൊരു ടോപ്പിക്കാണ് ദൃശ്യകലകൾ എന്നത്. അപ്പോൾ ദൃശ്യകലകളെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ദർശനത്തിലൂടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കലകളാണ് ദൃശ്യകലകൾ എന്നറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് ചിത്രകല, ശില്പകല, കരകൗശല വിദ്യ, വാസ്തുവിദ്യ എന്നിങ്ങനെ. അപ്പോൾ ഈ ദർശനത്തിലൂടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കലകളാണ് ദൃശ്യകലകൾ എന്നറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് ചിത്രകല, ശില്പകല, കരകൗശല വിദ്യ, വാസ്തുവിദ്യ എന്നിങ്ങനെ പറയാൻ പറ്റും. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ചിത്രകല എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഫാക്റ്റ് എന്ന് പറയുന്നത്, ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകനാണ് രാജാ രവിവർമ്മ. എന്താണ്? ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകനാണ് നമ്മുടെ രാജാ രവിവർമ്മ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ചിത്രകലയെ പല രീതിയിൽ തരംതിരിക്കാം. ഗുഹാചിത്രങ്ങൾ, ചുവർ ചിത്രകല, കളമെഴുത്ത്, കോലെഴുത്ത്, മുഖമെഴുത്ത്, മുഖാവരണങ്ങൾ എന്നിങ്ങനെ നമുക്ക് പല രീതിയിൽ ഈ ചിത്രകലയെ തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി ഈ ഫാക്റ്റുകൾ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു, ഈ ദൃശ്യകലയിൽ വരുന്ന പല കാറ്റഗറീസാണ് ചിത്രകല, ശില്പകല, കരകൗശല വിദ്യ, വാസ്തുവിദ്യ എന്നിങ്ങനെ. അപ്പോൾ അത് നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്കാണ് ചിത്രകല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ ചോദിച്ചാൽ രാജാ രവിവർമ്മയാണ്. അതുപോലെ തന്നെ ചിത്രകലയെ പല രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഗുഹാചിത്രങ്ങൾ, ചുവർ ചിത്രകല, കളമെഴുത്ത്, കോലെഴുത്ത്, മുഖമെഴുത്ത്, മുഖാവരണങ്ങൾ എന്നിങ്ങനെ. ഇനി നമുക്കിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മുടെ ഗുഹാചിത്രങ്ങൾ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ കാണപ്പെടുന്നത് വയനാട് ജില്ലയിലെ എടക്കൽ ഗുഹയിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. പല എക്സാമിൽ നമ്മൾ റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ എന്താണ്? കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ കാണപ്പെടുന്നത് വയനാട് ജില്ലയിലെ എടക്കൽ ഗുഹയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, നവീന ശിലായുഗത്തിലാണ് എടക്കൽ ഗുഹാചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടതെന്ന് വിശ്വാസം. അപ്പോൾ നമ്മളീ പറഞ്ഞ എടക്കൽ ഗുഹയിലെ ഇത്തരം ചിത്രങ്ങൾ നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും കല്ലിൽ കൊത്തിയ രേഖാചിത്രങ്ങളും പ്രാചീന ബ്രാഹ്മി ലിപിയും കാണപ്പെടുന്നത് എടക്കൽ ഗുഹയിലാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും കല്ലിൽ കൊത്തിയ രേഖാചിത്രങ്ങളും അതുപോലെ തന്നെ പ്രാചീനമായിട്ടുള്ള ബ്രാഹ്മി ലിപിയും കാണപ്പെടുന്നത് എടക്കൽ ഗുഹയിലാണ് എന്നൊരു ഫാക്റ്റ് കൂടി നിങ്ങളോട് മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെട്ട ചിത്രങ്ങളാണ് ഇലകൾ കൊണ്ട് രൂപം കൊടുത്ത പോലുള്ള മുടി അലങ്കാരങ്ങൾ, അതുപോലെ തന്നെ ആന, വേട്ടപ്പട്ടി, കുതിര, കാള, അരക്കാലുള്ള ചക്രങ്ങളുള്ള വണ്ടി എന്നിങ്ങനെ. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ എടക്കൽ ഗുഹയിൽ കാണപ്പെട്ട ചിത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇലകൾ കൊണ്ട് രൂപം കൊടുത്ത പോലുള്ള മുടി അലങ്കാരങ്ങൾ, അതുപോലെ തന്നെ ആന, വേട്ടപ്പട്ടി, കുതിര, കാള, അരക്കാലുള്ള ചക്രങ്ങളുള്ള വണ്ടി എന്നിങ്ങനെ. നെക്സ്റ്റ്, എടക്കൽ ഗുഹയിലെ ചിത്രങ്ങൾ കണ്ടെത്തിയത്
ഫ്രെഡ് ഫോസറ്റ് എന്ന ബ്രിട്ടീഷ് പോലീസുകാരനാണ്. നമ്മൾ ഇത്ര നേരം സംസാരിച്ച എടക്കൽ ഗുഹയിലെ ചിത്രങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡ് ഫോസറ്റ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയ ഫാക്റ്റാണ്. നെക്സ്റ്റ്, നവീന ശിലായുഗത്തിൽ ഗുഹാചിത്രങ്ങൾ വരയ്ക്കപ്പെട്ട കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളാണ് തിരുവനന്തപുരം പെരിങ്കട വിളയിലുള്ള പാണ്ഡവൻപാറ, അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ചെന്തുരുണി വനം എന്നിങ്ങനെ. അപ്പോൾ ഈ നവീന ശിലായുഗത്തിൽ ഗുഹാചിത്രങ്ങൾ വരയ്ക്കപ്പെട്ട കേരളത്തിലെ മറ്റ് സ്ഥലങ്ങൾ, അതായത് ഈ എടക്കൽ ഗുഹയ്ക്ക് പുറമെ ഇത്തരം ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളാണ് തിരുവനന്തപുരം പെരിങ്കട വിളയിലുള്ള പാണ്ഡവൻപാറ, അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ചെന്തുരുണി വനം എന്നിങ്ങനെ. അപ്പോൾ അത്രയുമാണ് ഗുഹാചിത്രങ്ങളെക്കുറിച്ചുള്ള ഫാക്റ്റുകൾ. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ചുവർ ചിത്രകല. ക്ഷേത്രങ്ങളിലെയും കൊട്ടാരങ്ങളിലെയും ചുമരുകളിൽ കാണപ്പെടുന്ന ചിത്രകലയാണ് ചുവർ ചിത്രകല. അതുപോലെ തന്നെ മനുഷ്യരെയും ദൈവങ്ങളെയും സ്ഥൂലീകരിച്ചും ശൈലീകരിച്ചുമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ചുവർ ചിത്രകല എന്നറിയപ്പെടുന്നത്? ക്ഷേത്രങ്ങളിലെയും കൊട്ടാരങ്ങളിലെയും ചുമരുകളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ മനുഷ്യരെയും ദൈവങ്ങളെയും സ്ഥൂലീകരിച്ചും ശൈലീകരിച്ചുമാണ് ഇത്തരം ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. അടുത്തൊരു ഫാക്റ്റ്, ചുവർ ചിത്രകല പാശ്ചാത്യ നാടുകളിൽ ഫ്രസ്കോ, മ്യൂറൽ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നാടുകളിലെ ചുവർ ചിത്രകല ഈ പാശ്ചാത്യ നാടുകളിൽ അറിയപ്പെടുന്നത് ഫ്രസ്കോ, മ്യൂറൽ എന്നീ പേരുകളിലാണ്. ഇനി അടുത്തൊരു ഫാക്റ്റ്, കേരളത്തിലെ ചുവർ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്ന 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പ്രാഥമിക പ്രതലം, അതായത് ഗ്രൗണ്ട്, പിന്നെ ദ്വിതീയ പ്രതലം, അതായത് കാരിയർ, വർണ്ണവസ്തുക്കൾ, അതായത് പിഗ്മെൻറ്റ്സ്, അതുപോലെ തന്നെ യോജക മാധ്യമം, അതായത് ബൈൻഡിങ് മീഡിയം. അത് ഈ ഒരു ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ചുവർ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ് പ്രാഥമിക പ്രതലം, അതായത് ഗ്രൗണ്ട്, ദ്വിതീയ പ്രതലം, അതായത് കാരിയർ, വർണ്ണവസ്തുക്കൾ, അതായത് പിഗ്മെൻറ്റ്സ്, പിന്നീട് പറഞ്ഞത് യോജക മാധ്യമം, അതായത് ബൈൻഡിങ് മീഡിയം എന്നിങ്ങനെ. ഇനി അടുത്ത ഒരു ഫാക്റ്റ്, ഏറ്റവും പഴക്കം ചെന്ന ചുവർ ചിത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലെ ചുവർ ചിത്രം. ഇത് കന്യാകുമാരിയിലാണ്. എന്താ പറഞ്ഞത്? ഏറ്റവും പഴക്കം ചെന്ന ചുവർ ചിത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നത് നമ്മുടെ കന്യാകുമാരിയിലെ തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലെ ചുവർ ചിത്രമാണ്. ഇനി അടുത്ത ഫാക്റ്റ്, സംസ്ഥാനത്ത് വരച്ചതിൽ ഏറ്റവും വലിയ ചുവർ ചിത്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിലാണ്. ഇത് കളരിപ്പയറ്റ് അനുബന്ധ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ്. ഇതിന് ഏകദേശം 13,000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. അതുപോലെ തന്നെ വിഷൻ വർക്കല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നേതൃത്വത്തിൽ 2017 ഈ പദ്ധതി നിർമ്മാണം ആരംഭിച്ചത്. അതുപോലെ തന്നെ ഇത് നിലവിൽ വരുന്നതിന് മുൻപ് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റച്ചുവർ ചിത്രമാണ് ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം. പി പറഞ്ഞ ഫാക്റ്റുകൾ നമുക്കൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അതായത് സംസ്ഥാനത്ത് വരച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ചുവർ ചിത്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിലാണ്. ഇത് കളരിപ്പറ്റ് അനുബന്ധ വിഷയങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഏകദേശം 13,000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട് ഇതിന്. അതുപോലെ തന്നെ വിഷൻ വർക്കല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നേതൃത്വത്തിൽ 2017 ഈ പദ്ധതി ആരംഭിച്ചത്. അതുപോലെ തന്നെ ഇത് നിലവിൽ വരുന്നതിന് മുൻപ് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റച്ചുവർ ചിത്രമാണ് ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം. അടുത്തൊരു ഫാക്റ്റ്, പ്രധാനപ്പെട്ട ചുവർ ചിത്രങ്ങളാണ്. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ചുവർ ചിത്രങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലെ ചുവർ ചിത്രം, അതുപോലെ തന്നെ മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ രാമായണ ചുവർ ചിത്രം, വടക്കുനാഥ ക്ഷേത്രത്തിലെ ചുവർ ചിത്രം എന്നിങ്ങനെ. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ചുവർ ചിത്രങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലെ ചുവർ ചിത്രം, മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ രാമായണ ചുവർ ചിത്രം, വടക്കുനാഥ ക്ഷേത്രത്തിലെ ചുവർ ചിത്രം എന്നിങ്ങനെ. ഇനി അടുത്തൊരു ഫാക്റ്റ്, കേരളത്തിലെ ചുവർ ചിത്ര സമ്പ്രദായങ്ങളെപ്പറ്റി വിവരിക്കുന്ന ശില്പരത്നം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ശ്രീകുമാരൻ. അതായത് 16-ാം ദശകത്തിലെ ചെമ്പകശ്ശേരി ദേവനാരായണൻ്റെ സദസ്സിലെ അംഗമായിരുന്നു ഇദ്ദേഹം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ ഫാക്റ്റ്, കേരളത്തിലെ ചുവർ ചിത്ര സമ്പ്രദായങ്ങളെപ്പറ്റി വിവരിക്കുന്ന ശില്പരത്നം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ശ്രീകുമാരൻ. ഇദ്ദേഹം 16-ാം ശതകത്തിലെ ചെമ്പകശ്ശേരി ദേവനാരായണൻ്റെ സദസ്സിലെ അംഗമായിരുന്നു. ഇനി അടുത്തൊരു ഫാക്റ്റ് നമുക്ക് പറയാനുള്ളത് ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രത്തെക്കുറിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ നിലവിലെ
കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രമാണ് നമ്മുടെ വർക്കല പെർഫോമിംഗ് ആർട്ട് സെൻറ്ററിൽ ഉള്ളതെന്ന്. പക്ഷെ ഇതിന് മുൻപ് ഉണ്ടായിരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രമാണ് ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഒരു ഇനി പറയാൻ പോകുന്ന ഫാക്റ്റുകൾ. അപ്പോൾ ഇതിലാദ്യത്തെ ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ, കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രങ്ങളിലൊന്നാണ് ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം. അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഇത് ആലപ്പുഴയിൽ കായംകുളം എന്ന സ്ഥലത്താണ്. നെക്സ്റ്റ്, മഹാഭാരതത്തിലെ അഷ്ടമസ്കന്ധം കഥ ഇതിവൃത്തമാക്കിയുള്ള ചുവർ ചിത്രമാണിത്. അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രത്തിൻ്റെ വിസ്തീർണം ചോദിച്ചാൽ 154 ചതുരശ്ര അടിയാണ്, 154. നെക്സ്റ്റ്, പച്ചിലച്ചാറ്, പഴച്ചാറ്, മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ്, ഇഷ്ടികപ്പൊടി, പനച്ചക്കയുടെ പശ, കള്ളിമുള്ളിൻ്റെ നീര് എന്നിവ ഉപയോഗിച്ചാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രത്തെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രങ്ങളിലൊന്നാണ് ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം. അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആലപ്പുഴയിലെ കായംകുളം എന്ന സ്ഥലത്ത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. നെക്സ്റ്റ്, മഹാഭാരതത്തിലെ അഷ്ടമസ്കന്ധം കഥ ഇതിവൃത്തമാക്കിയുള്ള ചുവർ ചിത്രമാണിത്. അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രത്തിൻ്റെ വിസ്തീർണം ചോദിച്ചാൽ 154, അതായത് 154 ചതുരശ്ര അടിയാണ്. അതുപോലെ തന്നെ പച്ചിലച്ചാറ്, പഴച്ചാറ്, മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ്, ഇഷ്ടികപ്പൊടി, പനച്ചക്കയുടെ പശ, കള്ളിമുള്ളിൻ്റെ നീര് എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളൊരു ടോപ്പിക് എന്താണെന്ന് കളമെഴുത്ത്. കാവി, ചുവപ്പ്, പച്ച, വെള്ള, കറുപ്പ് എന്നീ 5 നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് ആരാധനാമൂർത്തിയുടെ രൂപം നിലത്ത് വരച്ചുണ്ടാക്കുന്ന അനുഷ്ഠാന കലയാണ് കളമെഴുത്ത് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ, സർപ്പക്കാവുകൾ, അയ്യപ്പൻ ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലാണ് കളമെഴുത്ത് പ്രധാനമായും നടത്തുന്നത്. പിന്നത്തെ ഒരു ഫാക്റ്റ്, കളമെഴുത്ത് വരയ്ക്കുന്ന പ്രധാന വിഭാഗങ്ങളാണ് കണിയാൻ, പുള്ളുവൻ, മലയൻ, വേലന്മാർ, മണ്ണാർ എന്നിങ്ങനെ. അപ്പോൾ നമുക്ക് കളമെഴുത്തിനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കാവി, ചുവപ്പ്, പച്ച, വെള്ള, കറുപ്പ് എന്നീ 5 നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ചുകൊണ്ട് ആരാധനാമൂർത്തിയുടെ രൂപം നിലത്ത് വരച്ചുണ്ടാക്കുന്ന അനുഷ്ഠാന കലയ്ക്ക് പറയുന്ന പേരാണ് കളമെഴുത്ത്. അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ, സർപ്പക്കാവുകൾ, അയ്യപ്പൻ ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലാണ് കളമെഴുത്ത് പ്രധാനമായും നടത്തുന്നത്. പിന്നത്തെ ഫാക്റ്റ്, കളമെഴുത്ത് വരയ്ക്കുന്ന പ്രധാന വിഭാഗങ്ങളാണ് കണിയാൻ, പുള്ളുവൻ, മലയൻ, വേലന്മാർ, മണ്ണാർ തുടങ്ങിയവർ. ഇതിനടുത്ത ഒരു ടോപ്പിക്കാണ് കോലമെഴുത്ത്. ഇപ്പം നമ്മൾ പറയുന്നത് കളമെഴുത്ത്, ഇനി പറയാൻ പോകുന്നത് കോലമെഴുത്ത്. വീട്ടുമുറ്റത്ത് അരിപ്പൊടി കൊണ്ട് രാവിലെ കോലം വരയ്ക്കുന്നതാണ് കോലമെഴുത്ത്. തമിഴ്നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു ഇതാണ്. കേരളത്തിലെ തമിഴ് ബ്രാഹ്മണർക്കിടയിൽ പ്രചാരമുള്ള ചിത്രകലാരീതിയാണ് കോലമെഴുത്ത്. ഐശ്വര്യദേവതയെ വരവേൽക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോലമിടുന്നത്. അപ്പോൾ നമ്മൾ കോലമെഴുത്തിനെ കുറിച്ച് ഒരു 3 ഫാക്റ്റ് പഠിച്ചു. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. വീട്ടുമുറ്റത്ത് അരിപ്പൊടി കൊണ്ട് രാവിലെ കോലം വരയ്ക്കുന്നതാണ് കോലമെഴുത്ത്. അതുപോലെ തന്നെ കേരളത്തിലെ തമിഴ് ബ്രാഹ്മണർക്കിടയിൽ പ്രചാരമുള്ള ചിത്രകലാരീതിയാണ് കോലമെഴുത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐശ്വര്യദേവതയെ വരവേൽക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കോലമെഴുത്ത് ഇടുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് മുഖമെഴുത്ത്. കഥകളി, തൊള്ളൽ, മുടിയേറ്റ്, തെയ്യം, കാടിയൂട്ട് തുടങ്ങിയ അനുഷ്ഠാന കലകൾ അവതരിപ്പിക്കുന്നവരുടെ മുഖത്ത് ചായമിടുന്നതിനെയാണ് മുഖമെഴുത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പരമ്പരാഗതമായി പിന്തുടരുന്ന മുഖമെഴുത്ത് രീതികളാണ് പുള്ളിട്ടെഴുത്ത്, ശങ്കിട്ടെഴുത്ത്, ഹനുമാൻ, കണ്ണിട്ടെഴുത്ത്, മാൻ കണ്ണിട്ടെഴുത്ത്, 5 പുള്ളി ഇട്ടെഴുത്ത് എന്നിങ്ങനെ. അതുപോലെ തന്നെ അവതരിപ്പിക്കുന്ന ദേവതാരൂപത്തിൻ്റെ ഭാവമനുസരിച്ചാണ് മുഖമെഴുത്ത് ചെയ്യുന്നത്. അപ്പോൾ മുഖമെഴുത്തിനെ കുറിച്ചുള്ള ഫാക്റ്റുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കഥകളി, തുള്ളൽ, മുടിയേറ്റ്, തെയ്യം, കാളിയൂട്ട് തുടങ്ങിയ അനുഷ്ഠാന കലകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇവരുടെ മുഖത്ത് ചായമിടുന്നതിനെയാണ് മുഖമെഴുത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് പിന്തുടരുന്ന മുഖമെഴുത്ത് രീതികളാണ് പുള്ളിട്ടെഴുത്ത്, ശങ്കിട്ടെഴുത്ത്, ഹനുമാൻ, കണ്ണിട്ടെഴുത്ത്, മാൻ കണ്ണിട്ടെഴുത്ത്, 5 പുള്ളിയിട്ടെഴുത്ത് എന്നിങ്ങനെ. അതുപോലെ തന്നെ അവതരിപ്പിക്കുന്ന ദേവതാരൂപത്തിൻ്റെ ഭാവമനുസരിച്ചാണ് മുഖമെഴുത്ത് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് മുഖാവരണങ്ങൾ. അതായത് നാടോടി ചിത്രകലയുടെ മറ്റൊരു രൂപമാണ് മുഖാവരണങ്ങൾ.
അതുപോലെ തന്നെ കമുകിൻ പാളയിൽ വിവിധ നിറങ്ങളുടെ സഹായത്താൽ രൂപം കൊള്ളുന്ന പൊയ്മുഖങ്ങളാണ് മുഖാവരണങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്, നാടോടി ചിത്രകലയുടെ മറ്റൊരു രൂപമാണ് മുഖാവരണങ്ങൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കമുകിൻ പാളയിൽ വിവിധ നിറങ്ങളുടെ സഹായത്താൽ രൂപം കൊടുക്കുന്ന പൊയ്മുഖങ്ങളാണ് മുഖാവരണങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ കല എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ കേരളത്തിലെ ദൃശ്യ ശ്രാവ്യ കലകളെ കുറിച്ചാണ്. അതിൽ നമ്മൾ ചിത്രകല, അതുപോലെ തന്നെ ഗുഹാചിത്രങ്ങൾ, എടക്കൽ ഗുഹ, അതുപോലെ തന്നെ ചുവർ ചിത്രകല, അതിൽ തന്നെ നമ്മൾ നമ്മുടെ വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിലുള്ള ചിത്രം, പിന്നെ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം, അതുപോലെ തന്നെ കളമെഴുത്ത്, കോലമെഴുത്ത്, മുഖമെഴുത്ത്, മുഖാവരണങ്ങൾ എന്നീ ടോപ്പിക്കിനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരും ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒരു തവണ കൂടി കണ്ടു നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് കൺവീനിയൻ്റ് ആ രീതിയിൽ പഠിക്കുക. നോട്ട് എഴുതി പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. അപ്പോൾ എന്തായാലും മറ്റൊരു എപ്പിസോഡുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.